ഈ ആൾക്കാരൊക്കെ ഭയങ്കരമായ റിവ്യൂ ആണ് ഇതിൽ കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. വെൽക്കം ബാക്ക് ടു FFA വിത്ത് അസീറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ഫിലിമിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. മോളിവുഡ് ടൈംസ് നെസ്ലിൻ്റെ പടമാണ്. ഇപ്പം ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു പടം. എൻജോയ് ചെയ്തു. ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സാണ്. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് എന്നും വേണമെങ്കിൽ പറയാം. ശരിക്കും ഇത് സാധാരണക്കാർക്കായിട്ടുള്ളൊരു ഫിലിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പടമല്ല. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചേക്കേറിയിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, റീൽസ് എടുക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫിലിം. ഒരു ഫിലിം മേക്കറായ പോര സുചി എൻ്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. ഒരു ആവറേജ് പടം, ചിലപ്പം ചിലർക്ക് അത് ബിലോ ആവറേജ് പടമായിട്ടും ഫീൽ ചെയ്തേക്കാം. ഒരു ആവറേജ് യൂത്തിന് ഇത് നെസ്ലിനുള്ളത് കൊണ്ട് ഇത് കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു മൂവി. ഓവറോൾ നെസ്ലിനെ ഇത്രയും നാൾ വരെ കണ്ടതിൽ വെച്ച് വെറൈറ്റി ലെവലിലാണ് കണ്ടത്. ബാക്കി ഫാമിലി ഓഡിയൻസിനൊന്നും ഇത് എൻ്റർടൈൻമെൻറ്റേ അല്ല. നെസ്ലിൻ ഭയങ്കരമായി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അങ്ങനത്തെ മുഹൂർത്തങ്ങളുള്ള ഒരു ഫിലിമും അല്ല അത്. കൊടുത്തിട്ടുള്ള ക്യാരക്ടർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. മോളിവുഡ് ടൈംസിന്റെ നെസ്ലിന്റെ പാട്ട് ഭയങ്കര വൈറലായിരുന്നു. ഷറഫുദ്ദീനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, പിന്നെ ഉണ്ണി മുകുന്ദൻ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോട്ട്സ് കാര്യങ്ങളൊക്കെ അന്ന് ആ ഫിലിം കണ്ടവർക്ക് അറിയാം. നമ്മൾ ചിന്താമണ്ഡലത്തെ പിടിച്ച് കുലുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാ ഫേമിലും നടക്കുന്ന, കമ്പനീസ് ആയാലും ഏത് ഫേമിലും നടക്കുന്ന ഒരു സംഭവമാണിത്. നമ്മളറിയാതെ നമ്മളെ ക്രെഡിറ്റ് തട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങനെ എന്നുള്ളത് ഈ ഫിലിമിൽ വ്യക്തമായിട്ട് കാണിക്കും. ഈ സിനിമയിൽ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സൂപ്പറായിട്ട് പറ്റും. അത് ഈ ഡയറക്ടർ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് അല്ല, ആ ഒരു ഇൻസിഡൻറ്റിന് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെൻ്റലി എങ്ങനെയായിരിക്കും അയാളെ തകർത്താൻ പറ്റുക, അയാൾക്ക് എങ്ങനെയായിരിക്കണം നമുക്ക് പണി കൊടുക്കാൻ പറ്റുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫിലിമാണ്. ഒരു ആവറേജ് ഫിലിം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, അത്രയല്ല. അപ്പോൾ മോശം പറയാനുമില്ല, ഇപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ഉള്ള സംഭവവും ഇല്ല.